ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ മേതു. അപ്പൊ നമ്മളിതാ വീണ്ടും ഇന്നൊരു വ്ലോഗ് എക്സാം ഡേ വ്ലോഗ് 3 അല്ല 4 ആണ്. നമുക്ക് ഇന്ന് 4ാമത്തെ എക്സാം ആണ്. നമ്മുടെ എക്സാം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് ഇന്നത്തെ എക്സാം. സത്യം നമ്മൾ 5:30 അലാറം വെച്ചതാണ്. പക്ഷെ ഫോൺ ചത്തിട്ട് ഓഫ് ആയി പോയി, അലാറം അടിച്ചില്ല. പക്ഷെ നമ്മൾ 5:30 അറിഞ്ഞു കേട്ടോ. അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ച് നോക്കിയ ശേഷമാണ് നമ്മളിപ്പോ ഇൻട്രോ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്നു. അപ്പോ വീഡിയോയിലേക്ക് പോണേ. വെൽക്കം ബാക്ക് ടു VM വ്ലോഗ്സ്. അപ്പൊ നമ്മളിതാ എന്താ പറയാ, നമ്മൾ കുറച്ച് നോക്കി. ഇനിയിപ്പോ ഒന്നുകൂടി നമുക്ക് നോക്കി നോക്കാം. ഇനിയിപ്പോ നമുക്ക് 2 ചാപ്റ്റർ ജസ്റ്റ് കൂടെ നമുക്ക് നോക്കണം. റിവൈസ് നോക്കലൊന്നുമില്ല, പിന്നെ നോക്കലൊന്നുമില്ല. അപ്പൊ CA പറഞ്ഞു കഴിഞ്ഞാ എന്ത് അപ്പൊ എന്താ വെച്ചാ നമുക്ക് അതന്നെ ഉള്ളൂ. നമ്മുടെ എക്സാം ഒരു എക്സാം വ്ലോഗ് എന്ന് പറയുമ്പോ എന്നുവെച്ചാൽ നമ്മൾ സ്ഥിരം കാണിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നും കാണിക്കണത്. നിങ്ങൾക്ക് ബോറടിക്കണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷെ എന്നാലും നമ്മൾ ഈ ഒരു എന്താ പറയുക, സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. എക്സാം സീരിയസ് ആയിട്ടാണ് നമ്മൾ വ്ലോഗ് എടുക്കുന്നതായിരിക്കും. നമ്മളൊരു 6 എക്സാം ഡേ വ്ലോഗ് ഉണ്ടാവും. പിന്നെ അതിന് പുറമെ നിങ്ങൾക്ക് സ്റ്റഡി റൂട്ടീൻ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. നമുക്കും ഒരു എന്താ പറയാ, ഒരു മനസ്സിലായി. പിന്നെ നമ്മൾ 2 ദിവസം വീഡിയോ ഇടാത്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ആയതുകൊണ്ട് ഇത് കുറച്ച് അധികം പഠിക്കാനുള്ളതും കൂടിയാണ് കേട്ടോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ അത് നമ്മൾ സെറ്റായി വരുന്നതായിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ബാക്കിയുള്ളതും കൂടി നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സ്ഥിരം നമ്മൾ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾക്ക് പോകാം. ഓക്കെ. ഇന്നലെ മഴ പെയ്തിരിക്കും. ഞാൻ രാവിലെ ഒരു 3 മണി ആകുമ്പോഴായിട്ട് ഇറങ്ങിയ മഴ പെയ്തിട്ടുണ്ടെന്ന്. ചാകതായിക്കണം. പക്ഷെ നല്ല അന്തരീക്ഷല്ലേ. ജനാലൊക്കെ തുറന്നിട്ട് കിടന്നുറങ്ങണം. എനിക്ക് തണുപ്പാണ്. നമ്മുടെ ക്യാരം ബോർഡ് വെച്ചിട്ടോ വെള്ളത്തിൻ്റെ മുന്നിക്ക് വെള്ളമൊഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ തുറന്ന് അങ്ങനെ പോവാൻ എനിക്ക് വയ്ക്കാം, മടിയാണ്. അപ്പോൾ നമ്മളിതാ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പഠിക്കാൻ മീൻസ് നമ്മളെല്ലാം ചാപ്റ്ററും കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അതൊന്ന് റിവൈസ് ചെയ്യണ പരിപാടി ഉണ്ടല്ലോ. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ തലേ ദിവസം. ഞങ്ങളിപ്പോൾ ഇന്നലെ അത്യാവശ്യം എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ 2 ചാപ്റ്റർ മാത്രം നല്ല റിവൈസ് ചെയ്തില്ല. അപ്പോഴേക്കും പിന്നെ ഉറക്കം വന്നിട്ട് പിന്നെ കിടന്നു. പക്ഷെ ഉറക്കം വന്ന് കിടന്നുള്ള ഒരു ഇതെന്താ വെച്ചാൽ നമുക്ക് എത്ര ഉറക്കം വന്ന് കിടന്നാലും നമ്മൾ ഉറങ്ങില്ല. അത് ഉറക്കം വന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോയെന്ന് പറയണം കേട്ടോ. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഉറങ്ങിയത്. ആരും പിന്നെ അവിടെ തന്നെ കിടന്നു. പിന്നെ വേറെ ഇത് മൂടും തോന്നിയില്ല. അപ്പോൾ പിന്നെ അവിടെ തന്നെ ഇവിടെ ഒരു കുത്തണ ജന്തുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ കുത്തണ ജന്തുവിനെ കൊണ്ട് വല്ലാത്ത കഷ്ടം. രാത്രിയായാൽ ആ പുറത്ത് ലൈറ്റിട്ട ജനലിൻ്റെ അവിടെയൊക്കെ എന്തിൻ്റെ ഹണീബിയുടെ കുറച്ച് വലുതാത്ര. മേഘോ നമ്മുടെ തേനീച്ചയുടെ കുറച്ച് വലുതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്താ മനസ്സിലാവില്ല. നമുക്ക് ഭ്രാന്ത് വരും. ഇതിന്റെ കുത്തൊന്നുമില്ല, എന്നാ ശല്യാണ്. ഞാൻ അന്നേരം ഒരെണ്ണത്തിനെ പാത്രത്തിൽ ആക്കിണ്ടത് ഒരു ഒരെണ്ണത്തിന്. ഓക്കെ, അപ്പൊ ഞങ്ങളിനി പോയിട്ട് പഠിച്ചിട്ട് വരാം. ഓക്കെ.
ഹായ്, അപ്പോൾ നമ്മളത് എക്സാമിനുള്ള ഇതൊക്കെ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പോയിട്ട് കുളിച്ച് അമ്പലത്തേക്കൊന്ന് പോയിട്ട് വരാം. പിന്നെ നമ്മൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പ്രിഫർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോൾ സമയം 7:30 ആയിരിക്കുന്നു. നമുക്ക് കുറച്ച് ലേറ്റ് ആയി. നമുക്ക് 8 മണിൻ്റെ മുന്നേ അമ്പലത്തേക്ക് പോകാൻ നോക്കണം. ഓക്കെ, പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാം. ഓക്കെ, നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു ഹാഫ് കുർത്തി പ്ലസ് പലാസമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വേഗം അമ്പലത്തേക്ക് പോകാം. നമ്മളിതാ അമ്പലത്തേക്ക് അപ്പോൾ നമ്മളിതാ അമ്പലത്തേക്ക് നമ്മളുടെ മുകളിൽ പഠിക്കലിൻ്റെ സ്ഥിരം പറയുന്ന പോലെ പഠിക്കലിൻ്റെ അവിടെ എത്തണേ ഉള്ളൂ. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ട് ചെരുപ്പൊക്കെ നനഞ്ഞ് കുളിച്ചുല്ലേ, നമ്മൾക്ക് ശ്രദ്ധിച്ചില്ല. ഞാൻ ഉള്ളിലേക്ക് ഇട്ടേക്കാൻ മറന്നു. ഇതാ ഞാൻ കാണിച്ചു കേട്ടോ, അവിടെ നല്ല നല്ല അന്തരീക്ഷമാണ്, കുഴപ്പമില്ല അല്ലേ. നമ്മൾ സമയം വൈകുന്നു. നമ്മൾ സാധാരണ 8 മണിയാകുമ്പോഴേക്കും പോകാറുണ്ട്. ഇന്നിപ്പോൾ 8 മണി ആയി ഉണ്ടാവും തോന്നുന്നുണ്ട് അല്ലേ. ആയിട്ടില്ലെന്ന് എവിടെ ചാഞ്ഞതാവും. നാളെ നമ്മുടെ അമ്പലത്തിൽ പൂജാണ്. നാളെ അല്ല, 21-ാം തീയതി. 21-ആയി, സോറി, നാളെ തന്നെയാണ് ഗൈസ്. നാളെയാണ് ഇവിടെ അമ്പലത്തിലത്തെ പൂരം. അപ്പോൾ അമ്പലത്തേക്ക് പോകേണ്ട കാര്യം പറയായിരുന്നു ഞങ്ങൾ. അപ്പോൾ നമുക്ക് നാളെ ഇനി മറ്റന്നാൾ അടുത്ത എക്സാമായി. നമുക്ക് സോഷ്യോളജിക്ക് ഒരു ദിവസം ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാത്തിനും അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ റോഡ് ഗ്യാപ്പുണ്ട്. നമുക്ക് ഇംഗ്ലീഷിന് അതായത് 29 വരെ അതിന് ടൈമുണ്ട്. 21-ാം തീയതി 22-ാം തീയതി കഴിഞ്ഞാൽ കറക്റ്റ് 1 വീക്ക് ഗ്യാപ്പ് ഉണ്ട് ഇംഗ്ലീഷ് എക്സാമിന്. അപ്പം അന്ന് നമ്മൾ എന്തായാലും ഒരു സ്റ്റഡി റൊട്ടീൻ സ്റ്റഡി പ്ലാനൊക്കെ ഇടുന്നുണ്ടായിരിക്കും. ഓക്കെ, മഴ പെയ്തുകൊണ്ട് തന്നെ ഇത് കൂടെ നടക്കുമ്പോൾ ഒരു മണ്ണിൻ്റെ മണ്ണുണ്ട്. അതെ, മണ്ണിൻ്റെ മണ്ണം അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണ്ണിൻ്റെ മണ്ണം. നല്ല നല്ല രസമാണ് മണ്ണിൻ്റെ മണ്ണം. ഏതുണ്ട് നമുക്കിപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു സാധനം നോക്കാം, ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് ഇൻപുട്ട് ഡിവൈസും അതൊക്കെ നമുക്ക് നോക്കാണ്ട് ഞാൻ മേതൻ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പം നമുക്കിനി നമുക്ക് നോക്കാനുള്ളത് ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസാണ്. അത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ വേണ്ടു. അല്ലേ ഇത് നമ്മളങ്ങനെ അമ്പലത്തിലെത്തിയിട്ടോ. നല്ല വെയിലുണ്ടെന്ന്. അതെന്താ വെച്ചാൽ ലേറ്റ് ആയോണ്ടെന്ന് അല്ലേ. നമ്മൾ അമ്പലത്തിൽ പോയി ഇറങ്ങി കേട്ടോ. ഞങ്ങളുടെ നിഴലിടാം. നമ്മൾ അമ്പലത്തിൽ തൊഴുതിറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഇല്ലത്തേക്ക് പോകണം, ഫുഡ് കഴിക്കണം. നമ്മൾ വെറൈറ്റി ഫുഡ് വെറൈറ്റി ഒന്നല്ല, ഓവർ നൈറ്റ് സോട്ട്സ് ഉണ്ടെന്നല്ലേ. അതാണ് മേതുവിൻ്റെ വെറൈറ്റി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല സ്വാദം. ഏതുമില്ല അത് കഴിച്ചില്ല. പ്രകൃതിയാവും വീഡിയോയിൽ ഫുൾ. അതായത് നമ്മൾ ഇതിലെത്തി ഞാൻ ഫുഡ് കഴിക്കാം. ഓക്കെ, അത്രയ്ക്കും പരിപാടികളുള്ളൂ. ബൈസ് ഈ ഒരു നമ്മൾ എന്താ പറയുക, കുറേ മരങ്ങളൊക്കെ വെച്ച സ്ഥലത്ത് കൂടെ നടക്കും. ഭയങ്കര സുഖമല്ലേ അല്ലേ ഒരു. അതെ അതെ ഏതും. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇതിലേക്ക് എത്തിക്കണം. ഓക്കെ, നല്ല വെയിലുണ്ട് ഗൈസ്. അത് നമുക്ക് പോവാം. വെയിലത്ത് ഫോട്ടോ എടുക്കുമ്പോൾ രസമാണ്. നമ്മളിതാ കഴിക്കാണ്. അപ്പോൾ ഓവർനൈറ്റ് ഓട്സ് ആട്ടോ. മേതിതാ
അത് സെറ്റാക്കി വേണമെന്നുണ്ട്. ഞാൻ കുറച്ച് കോംപ്ലക്സ് കൂടെ ആഡ് ചെയ്തു. ഞാൻ അതൊന്നും ആഡ് ചെയ്യാതെ കേട്ടോ, ഏതെങ്കിലും ഫ്രൂട്ട്സ് ആഡ് ചെയ്യും, പിന്നെ കഴിക്കുന്നല്ലോ. പക്ഷേ ഞാൻ കോൺഫ്ലെക്സ് കൂടി സ്വാദുണ്ടോ നോക്കാൻ വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. പ്രതികമനെ കാണാൻ വൈകിപ്പത്തുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റിഫർ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ശരിപ്പിക്കല്ലോ. അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യേണ്ട കാര്യം, നമുക്ക് വേണമെങ്കിൽ ശേഷം തണ്ണിമത്തം വെച്ചാലോ, നമുക്ക് ക്യാരറ്റ് ജ്യൂസ് അടിച്ചാലോ, വേദൊടിക്കോ? അത് ഗ്ലോസ് സ്കിൻ. അല്ലെങ്കിൽ ഞാൻ അടിക്കാം. ഓക്കെ. പക്ഷെ എനിക്ക് മടിയാവാം. അപ്പോൾ നമുക്ക് തണ്ണിമത്തം മുറിക്കാം. തണ്ണിമത്തം മുറിക്കാം. ഓക്കെ, അത് നല്ല ഐഡിയ ആണ്. ചൂടുകാലത്ത് ബെസ്റ്റാണ്. ക്യാരറ്റ് നമുക്ക് വൈകുന്നേരം അടിക്കാം. യെസ്. ഓക്കെ. പിന്നെ ഞാൻ ഇപ്പം എന്താ പറയാൻ വന്നത്, നമുക്ക് ഇനി മോൾ പോയിട്ട് അവിടെ ഒന്ന് വൃത്തിയാക്കി വെക്കാം. തണ്ണിമത്തം കിടക്കാണ് കഴിഞ്ഞ വീഡിയോ തന്നെ. അതാ ഇപ്പൊ അതിനേക്കാളും എന്താ പറയാ, ഇതാണ് ഗോലായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് അത് വൃത്തിയാക്കാം. പിന്നെ വേറെ എന്താ ചെയ്യാം, വേറെ എക്സാം ആണ്. പിന്നെ യൂണിഫോം തയ്ക്കണ്ടേ? യൂണിഫോം ഇന്ന് റേറ്റ് വയ്ക്കണം. അപ്പം ഇന്നത്തെ പരിപാടികൾ ഇത്രയ്ക്കാണ്. നമുക്ക് അതൊക്കെ പോയി ചെയ്യാം. ഫസ്റ്റ് നമുക്ക് തണ്ണിമത്തം കഴിക്കാം. കമ്മോ തണ്ണിമത്തം നമുക്ക് നോക്കി എങ്ങനെ മുറിക്കണ കൺഫ്യൂഷനായി. നമുക്ക് ഇങ്ങനെ മുറിക്കാം. അത് മധുരം കേട്ടോ. നമുക്ക് ഇങ്ങനെ മുറിച്ചിട്ട് കഴിച്ചു നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇനിയിപ്പോൾ നമ്മൾ റൂം വൃത്തിയാക്കണം. പിന്നെ നമുക്ക് യൂണിഫോം അയൺ ചെയ്യാനുണ്ട്. അപ്പോൾ വേദമാണ് ഇന്ന് യൂണിഫോം അയൺ ചെയ്യണം. അപ്പോൾ വേദിൻ്റെ ആണോ കൂടി എടുത്ത് തരുമോ? വേദോട് വെള്ളം കുടിച്ചിട്ടാണ് വേദം വേദനക്കൊണ്ട് പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് എക്സാമിന് പോകണം. അപ്പോൾ 11 മണിയായി ടൈം. നമുക്ക് 12:30 നമ്മൾ ആസ്യൂസ് പോകണ പോലെ നമുക്ക് 12 മണിക്ക് പോവാം. 12:30 പോവാം. നമുക്ക് ഫുഡ് കഴിക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ്. പിന്നെ ഹോൾ ടിക്കറ്റ്, പെൻസിൽ അതല്ലേ ശരിയാണ്. നമുക്ക് ഇപ്പോൾ 12 മുന്നേ പോവാം. 12 മണി കഴിഞ്ഞാൽ പോവാം. 12 കാലായാൽ പോവാം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളിന്ന് 12 മണിയാകുമ്പോൾ പോവാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് നമ്മുടെ എക്സാമിന് പോകാനുള്ള എന്താ പറയുക ബുക്കും പേനും പെൻസിലൊക്കെ എടുത്തേക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു വേദം അവിടെ വേദു ഒന്ന് തിരിവേതു. ഹായ് ഗൈസ്. എനിക്കിങ്ങനെ വെറുതെക്കാനും തീരെ ഇഷ്ടമല്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കണം. എനിക്ക് വട്ടാവും മനുഷ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം ബുക്കൊക്കെ എടുത്തേക്കാം. ഇന്ന് നമ്മുടെ എക്സാമിന് നമ്മുടെ എക്സാം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ്, +1 ടെക്സ്റ്റ്. ടോട്ടൽ 10 ചാപ്റ്ററാണുള്ളത്. പിന്നെ നമുക്ക് നോട്ട് പിന്നെ നമ്മുടെ കംപ്ലീറ്റ് അല്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യാൻ നമ്മുടെ 8 വരെ കംപ്ലീറ്റ് ആയിരുന്നു, 7 വരെ ഫുൾ കംപ്ലീറ്റ് ആയിരുന്നു. ബാക്കിയുള്ള 3 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരുന്നില്ല നോട്ട്. അപ്പോൾ ചെയ്യാൻ നമ്മൾ പഠിക്കുന്ന ടൈമിൽ നോട്ട് എഴുതിയായിരുന്നു. സ്കൂളിൽ നിന്ന് നമ്മൾ നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി 3 ചാപ്റ്റർ. അപ്പോൾ പിന്നെ ഫുൾ നോട്ട് കംപ്ലീറ്റ് ആയി. പിന്നെ ഇതിൽ നോട്ട് തന്നെ വേറെ ഇതൊന്നുമില്ല. കാണിച്ചിട്ടാണ് ടീച്ചറുടെ സമയത്ത്. അങ്ങനെ +1 കഴിഞ്ഞു. അല്ല കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഒരു രണ്ട് എക്സാമുള്ളൂ. ഇനി മറ്റന്നാളത്തെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റന്നാൾ സോഷ്യോളജിയാണ്. നാളെ നമ്മളുടെ അമ്പലത്തിൽ പൂജയാണ്. അപ്പോൾ മറ്റന്നാൾ നമുക്ക് എക്സാമാണ്. പൂരത്തിന് പോകണ്ടാവില്ല. പൂരത്തിന് അല്ലെങ്കിൽ നമ്മൾ പോകാറില്ല. പക്ഷെ നമ്മളിവിടെ അടുത്തായതുകൊണ്ട് രാവിലെ നമുക്ക് അമ്പലത്തിൽ പോയാൽ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞൊന്ന് വന്ന് കിടന്നുറങ്ങണം. സോഷ്യോളജി എക്സാം കഴിഞ്ഞ് ഒറ്റ പിന്നെ നമുക്ക് ടൈമുണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ. പക്ഷെ നമ്മൾ അത് വെച്ചിട്ട് പഠിക്കാതെ ടൈമുണ്ട് പറഞ്ഞിട്ട് ലാസ്റ്റിക്ക് വയ്ക്കാൻ പാടില്ല. അതിന് മുന്നേ നമുക്ക് പഠിച്ച് നോക്കി വെക്കാം. അപ്പം ഞാൻ ബുക്കൊക്കെ എടുത്തേക്കാം.
അപ്പോൾ ഗൈസ് നമ്മളിത് റെഡി ആയിട്ടുണ്ട്. യൂണിഫോം ഒക്കെ ഇട്ടുണ്ട്. കണ്ണൊക്കെ എഴുതണം. ഇന്ന് ഞാൻ കണ്ണാടി എന്താ ഞാൻ പറയാൻ വന്നത് അപ്പം അതന്നെ. അപ്പം നമുക്ക് ഞാൻ കണ്ണെഴുതട്ടെ ഇവിടുന്ന്. ഞാൻ പൊട്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്താ നമുക്ക് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ബോഡി സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. വെയിൽ നല്ല കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ലേശം സൺസ്ക്രീൻ ഇട്ട് അപ്പോൾ ഇത് നമ്മുടെ ഫിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. ബോഡി സൺസ്ക്രീൻ ലോഷനാണ്. കയ്യിൽ മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. മുഖത്തൊന്നും ഇട്ട് കൊടുക്കാൻ ഇഷ്ടമല്ല. കണ്ണേരിയും തെറ്റിക്കാം. ഓക്കെ, സീരിയസ് കണ്ണെഴുത്ത്. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ എഴുതിയിൽ വെച്ചിട്ട് എനിക്ക് ഈ അടുത്ത് ഇഷ്ടപ്പെട്ട കണ്ണുതാട്ടോ. കണ്ണ് ഇഷ്ടപ്പെട്ട കണ്ണത് ഐലൈനർ എഴുതിയത്. ഐലൈനർ ഞാൻ പോയിട്ട് കണ്ണായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ പോണിട്ടയിൽ കിട്ടിയിട്ടുകൂടി പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല. നമുക്കിനി എക്സാമിന് ബുക്കൊക്കെ എടുത്ത് വെച്ചില്ല നേരത്തെ. അപ്പോൾ ബുക്കൊക്കെ നേരത്തെ എടുത്ത് വെച്ച് പേനയും പെൻസിലും ഇതൊക്കെ നമ്മൾ പോക്കറ്റിലിടാം. പിന്നെ ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ട് പോവാം. നമുക്ക് ദോശയും ഉള്ളിച്ചമ്മന്തി ഉണ്ട്. അപ്പോൾ നമുക്കത് കഴിക്കാം. ഊണ് വേണം. അന്ന് നമ്മൾ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതോ ഊണ് വേണം നിർബന്ധമൊന്നും ഇല്ല എന്നുള്ളത്. കാരണം ഊണിനോടുള്ള അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിനി അതൊക്കെ കണ്ടിട്ടാണ് മേതുവിൻ്റെ കണ്ണെഴുതി കാണും. ഞാൻ അത്രയും സീരിയസ് ആണ് വെക്കുന്നത്. മേത് എത്രത്തോളം സീരിയസ് ആണ് നിങ്ങൾ നോക്കൂ ഗൈസ്. കണ്ണെഴുതി ഇത് മായ്ക്കണ മേതുവിനെ കണ്ണെഴുതാൻ തുടങ്ങിയത്. നിങ്ങൾക്കറിയാം പറഞ്ഞ കേട്ടോ. മേതൊരു കണ്ണെഴുതിയായിരുന്നില്ല. അടിയിൽ പോലും അങ്ങനെ എഴുതാത്ത ഒരാളാട്ടോ മേതു. ഐലൈനർ പോലും ഇത് യൂസ് ചെയ്യാതിരുന്ന മേതുവിനെ നിർബന്ധിച്ച് ഞാനും ഓപ്പളും കൂടിയിട്ട് കണ്ണെഴുതിപ്പിച്ചു. പിന്നെ കുട്ടി ഫുൾ എന്താ പറയുക, കുട്ടിക്ക് എന്ത് വേണം? ഐലൈനർ വേണം അല്ലേ മേതു? വേറെ എന്തെങ്കിലും ഞാൻ പറയണോ? കണ്ണെഴുതി കഴിട്ടെ. നാം മേതു വല്ല റിപ്ലൈ തരും നോക്കി വെക്കാം അല്ലേ മേതു? വന്ന് നൈസായിട്ട് കണ്ടോ. സ്വയം എഴുതുക, സ്വയം വെക്കുക. അതേട്ടോ നമ്മളെ ശരിക്കും സെൽഫ് മോട്ടിവേറ്ററാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. നമുക്ക് ചെറുതായിട്ട് മസ്കാര കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചിരിക്കാതെ കണ്ണെഴുതി നോക്കാം നമുക്ക്. അല്ല അടുത്ത വീഡിയോയിലൊക്കെ ഇത് കണ്ണെഴുതിട്ട് വരുമോ? വേദന ഇട്ടായിരുന്നോ? അപ്പോൾ നമ്മളിത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആക്ടിങ് ആട്ടോ. ഞങ്ങൾ ആക്ടിങ് അല്ല ഗൈസ്. ഞാൻ എന്താ വെച്ചാൽ വളരെടുക്കാൻ ഞങ്ങൾ മറന്നുപോയി. ഇപ്പൊ ഞങ്ങൾക്ക് ടോപ്പോളജി വന്നാൽ അത് വരയ്ക്കേണ്ട വെച്ചിട്ടാണ്. ഇല്ലെങ്കിൽ ചാക്കിൽ കൂടി വരയ്ക്കാം നമുക്ക്. അപ്പോൾ വേണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു കയ്യിലൊന്ന് വെക്കാം, സേഫ്റ്റി. അതാണ് എന്താ വെച്ചാൽ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് പോയതായിരുന്നു. അപ്പോഴാണ് ഞാൻ അവിടെ പിന്നിക്ക് ഇരിക്കാണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് മേതു ക്യാമറ ഓൺ ആയിട്ട് ഇവിടെ എന്തോ സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ വിചാരം. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ മേതിനോട് മേതു വളം എടുക്കേണ്ടതാണ്. ഞാൻ തിരിച്ച് വന്നപ്പോഴാണ് മേതു ക്യാമറ ഓഫാക്കി ഇങ്ങനെ തിരിഞ്ഞ് നടക്കുക. അപ്പോൾ ഞാൻ പിളിങ്ങായി. അപ്പോൾ ഞാൻ വെച്ചാൽ നമുക്ക് ഒന്ന് ആക്ട് ചെയ്ത് ആലോചിച്ചിട്ട് ഞാൻ വെറുതെ ഇതാക്കിയതാണ്. പക്ഷെ അത് പാടിപ്പോയി. മേതുവിൻ്റെ ലിപ്സ്റ്റിക് കുറച്ച് കൂടി ഉണ്ടാവും. വേറെ ഇട്ട് നോക്കിയോ? ഇട്ട് നോക്കിയാൽ നല്ല ഷെയ്ഡാണ്. ഒന്ന് ഇട്ട് നോക്കി നോക്കുക. രസം നോക്കി ഒരു പൊട്ടിയിട്ടാണ്. അതെ അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇട്ട് കൊടുക്കാം. ഞാൻ വേണ്ട നൈസല്ലേ? ഇത് മാറ്റാം. ടവൽ
നമുക്ക് തൽക്കാലം പുതപ്പ് എടുത്തിട്ട് വാങ്ങിക്കാം. വേദത അവിടെ അയൺ ചെയ്ത മറ്റേ സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കണേ. ഇവിടെ ഇത് ബോക്സ് അവിടെ. അപ്പോൾ ഞങ്ങളുടെ ബാഗും ബുക്കൊക്കെ എടുത്തിട്ട് ഇറങ്ങുകയാണ്. വെള്ളം കുപ്പി ഉണ്ട് കേട്ടോ. ശരിയാട്ടോ, വെള്ളം കുടിക്കണം. ഇന്ന് നമ്മള് പറയണില്ല, നിങ്ങൾക്ക് ചടക്കും, നമുക്ക് ചടക്കും. ടെൻഷൻ ഫ്രീ ആയിട്ട് കാമൻ കൂളാണ് എക്സാം. അത് നമുക്ക് ഭക്ഷണം കഴിക്കാം, വെള്ളം കുപ്പിയിൽ വെള്ളം നിറയ്ക്കാം, ബാഗിക്ക് വെക്കാം. അപ്പോൾ നമ്മളിതാ ദോശ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദോശ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓർമ്മയില്ല. ദോശയും ചമ്മന്തി കേട്ടോ. അതാ മേതും ഇവിടെ കഴിക്കാനിരുന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കഴിച്ചിട്ട് കാണാം. ഹായ് ഗൈസ്, അപ്പൊ നമ്മളിതാ എക്സാമിന് പോകാൻ വേണ്ടി അപ്പൊ നമ്മളിതാ എക്സാമിന് പോകാൻ റെഡിയായി. ഇനിയിപ്പോ നമ്മൾ പോവാണ്. അപ്പൊ പോയി വന്നിട്ട് എന്നത്തെ പോലും തിരിച്ച് കാണാം. നമ്മൾ എക്സാമിന് നല്ല ടെൻഷൻ ഫ്രീ ആയിട്ട് കാമൻ കൂളായിട്ട് നമ്മൾ എക്സാം ഇരുന്നായിരിക്കും. അപ്പോൾ അങ്ങനെയോ മതി. ഈശ്വര. അപ്പോൾ നമുക്ക് എക്സാം എഴുതി വന്നിട്ട് കാണാം. ബൈ. അപ്പോൾ ഗൈസ് നമ്മളിതാ എക്സാം കഴിഞ്ഞ് വന്നു. ഇന്നത്തെ എക്സാം പറയുമ്പോൾ സൂപ്പർ എക്സാം ആയിരുന്നു. നമ്മൾ ക്യാരറ്റ് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ്. നല്ല എക്സാം ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമായി. എനിക്ക് കഴിഞ്ഞ എക്സാമിനേക്കാൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഞാൻ ഒന്ന് പുറത്ത് പോയതിൻ്റെ കോലാണ് സത്യം. അപ്പോൾ എനിക്ക് കഴിഞ്ഞ എക്സാമിനേക്കാൾ ഇഷ്ടമായത് ഈ ഒരു എക്സാമാണ്. നമ്മളിതവിടെ ക്യാരറ്റ് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നു. ക്യാരറ്റ് ജ്യൂസ് ഒക്കെ കുടിച്ചു. അതെ, എക്സാം എങ്ങനെയുണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് സിമ്പിളായി തോന്നി. നല്ല എക്സാം. അതെ, നമ്മൾ കഴിഞ്ഞ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് നമുക്ക് അധികം ഇഷ്ടമായില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ അപേക്ഷിച്ച് ഇന്നത്തെ നോക്കുമ്പോൾ എളുപ്പമായിരുന്നു. എനിക്ക് ഇഷ്ടമായി. നല്ല എക്സാം ആയിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഒരു എക്സാം ഡേ നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സാം സീരീസ് ആയിട്ട് നമ്മൾ ഇടാം എന്നുള്ള പ്ലാനിലാണ്. അപ്പം എങ്ങനെ പോയാലും സെയിം കണ്ടന്റ് ആണ്, സെയിം തീമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്തായാലും ഇത് ആ ഒരു കറക്റ്റ് എക്സാം ഡേയ്സ് നമ്മൾ എന്തായിരിക്കും. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ മാക്സിമം അതിൽ കണ്ടന്റ്സ് ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട്. നോക്കായിട്ടില്ല, കിട്ടാത്തതാണ്. അത് നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ ലൈഫ് ഇങ്ങനെയാണ്. അതാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എക്സാം സീരീസിൽ ഇന്നത് ആഡ് ചെയ്യാം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇന്നത് ഇൻക്ലൂഡ് ചെയ്യാം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പറ്റുന്ന കാര്യം നമ്മൾ എന്തായാലും ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ ഈ എക്സാം ഡേ എത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത എക്സാം സാറ്റർഡേ ആണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ നമുക്ക് ഇന്ന് തുടങ്ങണം. അപ്പോൾ നമുക്കിനി അടുത്തൊരു എക്സാം ഡേ ആയിട്ട് കാണാം. അതുവരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലാണ്. ബൈ.